ലോകത്തെ സംബന്ധിച്ച് ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യാശയുടെ ദിനമാണ്. കാരണം ഒരു പീഡാനുഭവ സ്മരണയിൽ കടന്നുപോയ ദിവസങ്ങളാണ്. അപ്പം ലോകത്തിന് വലിയ പ്രത്യാശകൾ ഉണ്ടാവട്ടെ. നമ്മൾ ലോകം മുഴുവൻ കാണുന്നതാണ് പലതരത്തിലുള്ള സംഘർഷങ്ങൾ. ഏതായാലും ഇന്നത്തെ ദിവസത്തിന് ആ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ലോകം മുഴുവൻ ആ ഒരു ഉയിർപ്പിൻ്റെ ദിവസം എന്ന് പറയാം. സേതുവിനെ കഴിഞ്ഞ ദിവസം കാണുന്നില്ല എന്ന് പറഞ്ഞ പ്രേക്ഷകരും വലിയ പ്രശ്നത്തിലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ ദിനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും വാർത്തകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മലയാളം പത്രങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വാർത്ത അറിയാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാന വാർത്ത എന്ന് പറയാവുന്നത് നമ്മുടെ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഷൈൻ തന്നെയാണ്. മലയാള മനോരമയെ സംബന്ധിച്ച് ചാടിയ ഷൈൻ കൂട്ടിലായി എന്നുള്ളതാണ് മനോരമയെ സംബന്ധിച്ചുള്ള അവരുടെ മനോരമയുടെ തലക്കെട്ട്. അവർ ലഹരി ഉപയോഗം സംബന്ധിച്ച് നടൻ ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിൻ്റെ മൊഴി ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നു. പല ഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം മൊഴി നൽകി. ഏതായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഈ വാർത്തയാണെന്ന് മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നത്. ചാടിയ ഷൈൻ കൂട്ടിലായി എന്ന് മനോരമ പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് തിളക്കം മങ്ങി എന്നാണ്. ലഹരി ബന്ധം സംബന്ധിച്ച് ഷൈൻ തിളക്കം മങ്ങിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ ജാമ്യത്തിൽ വിട്ടു. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ വിശദാംശങ്ങളും ആ വാർത്തയിലുണ്ട്. ഷൈനെതിരെ ചുമത്തിയിരിക്കുന്നത് താരതമ്യേന ചെറിയ കുറ്റങ്ങളാണ് എന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഏതായാലും ഷൈൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ സീക്ക് ചെയ്തൊരു വാർത്തയാണ്. ആ വാർത്തയിൽ തന്നെയാണ് ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഒപ്പം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അതേസമയം മാധ്യമവും ദേശാഭിമാനിയും ഇതല്ലാത്ത ചില വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. അതിലൊന്ന്, മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊടുത്തിട്ടുണ്ട്. വിൽപ്പത്ര ഭൂമിയുടെ പോക്കുവരവ് എളുപ്പമല്ല, ഇനി അവകാശികളുടെ സമ്മതം വേണം. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ ഒരുപാട് സ്വത്ത് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് അവർ പോകുന്നു. സർക്കാർ അത് റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം, അത് ഹൈക്കോടതി വിധിയെ തുടർന്നാണ് ഈ വിൽപ്പത്ര ഭൂമിയുടെ പോക്കുവരവ് എളുപ്പമല്ല എന്നുള്ള ഒരു തലക്കെട്ടിൽ മാധ്യമം നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയെ സംബന്ധിച്ച് ഇന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷൈൻ ടോം ചാക്കോയുണ്ട്, അതുപോലെ തന്നെ ഗാസിയുടെ വാർത്തയുണ്ട്, മുനമ്പവുമായി ബന്ധപ്പെട്ട ഗോവിന്ദമാഷിൻ്റെ പ്രസ്താവനയുണ്ട്. പക്ഷേ എനിക്ക് കൗതുകകരമായി തോന്നിയൊരു വാർത്ത, കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്ക് നിക്ഷേപം 9,369 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപം. ആ രീതിയിൽ ഏഷ്യയിൽ ആഴ്ച സമ്പാദ്യത്തിലൂടെ ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയിരിക്കുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാർത്ത ദേശാഭിമാനി ഇന്ന് നൽകിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു പങ്ക് ഈ കുടുംബശ്രീ എന്ന് പറയുന്ന ആ കൂട്ടായ്മയ്ക്കും അതിൻ്റെ ആ നീക്കത്തിനും ആ ഒരു ആശയത്തിനും ഉണ്ട്. യഥാർത്ഥത്തിൽ അത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം ഇതിനകത്ത് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നു. തിരിച്ച് നമുക്ക് മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കും വരേണ്ടതുണ്ട്. കാരണം ചില പ്രത്യേക വാർത്തകൾ, അതിലേറ്റവും രസകരമായ 2 വാർത്തകൾ എന്ന് പറയാവുന്നത് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളതാണ്. ഇന്നലത്തെ കളി കണ്ട ആളുകൾക്ക്, IPL കണ്ട ആളുകൾക്കറിയാം. വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു കൊച്ചുപയ്യൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒന്നാം പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ IPL താരം വൈഭവ് സൂര്യവംശിക്ക് മിന്നുന്ന തുടക്കം. ആദ്യ പന്തിൽ 6 അടിച്ച് തുടങ്ങിയതാണ്. ചെറിയ പയ്യനാണ്, രാജസ്ഥാൻ റോയൽസിൻ്റെ താരം. ഇന്നലെ സത്യത്തിൽ ലക്നൗ ജയിച്ചു. പക്ഷേ ഈ പെർഫോമൻസാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യം തന്നെ മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഇത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയും നൽകിയിരിക്കുന്നു. ചരിത്രം കുറിച്ചു, കണ്ണീരോടെ മടക്കം എന്ന്.
ഒപ്പം ശുഭാംശു ശുക്ല അടുത്ത മാസം ബഹിരാകാശത്തേക്ക് പോകുന്ന വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഈ വാർത്ത മാതൃഭൂമി ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ 14-ാം പേജിൽ മാതൃഭൂമി ഈ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റൊന്ന് 14-ാം പേജിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് കർണാടകയിൽ വിമുല നിയമം വരുന്നു എന്നുള്ളതാണ്. ജാതി വിവേചനം, അതായത് ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ പേരിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ജാതി വിവേചനം തടയുന്നതിന് കർണാടക നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. ഒരു വലിയ സുപ്രധാനമായ നീക്കമാണിത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ സജഷനായിരുന്നു എന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ഒരു കൗതുക വാർത്തകളിൽ ഒന്ന് എനിക്ക് തോന്നിയത് CPI-യുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിസഭയുടെ CPM അല്ല ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ വാർഷികം വരാൻ പോകുന്നു, 4-ാം വാർഷികം. അതിന് 100 കോടിയുടെ ആഘോഷം എന്നുള്ള ഒരു തലക്കെട്ടിൽ ഒരു വലിയ പ്രാധാന്യത്തോടുകൂടി 7-ാം പേജിൽ മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. പന്തലിന് മാത്രം 42 കോടി നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള സ്ഥാപനത്തിന്. ഇതിൻ്റെ ഈ വാർത്തയുടെ യഥാർത്ഥത്തിലുള്ള വസ്തുത സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല. കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്ന പതിവ് CPM ഇടതുമുന്നണി വാർത്തകളെ സംബന്ധിച്ചിടത്തോളം മലയാള മനോരമയ്ക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും അത് വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ മറ്റൊരു വാർത്ത ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയും ഇംഗ്ലീഷ് പത്രങ്ങളിലെ ഒരു മുഖ്യ വാർത്തയും മാതൃഭൂമിയുടെ ഉൾപേജിൽ ഇൻ്റർനാഷണൽ പേജിലുള്ളൊരു വാർത്തയും ഇന്ത്യ എക്സ്പ്രസ് കൺസേൺ, അതായത് വിസ സംബന്ധിച്ചാണ്. വിസ റദ്ദാക്കപ്പെട്ടത് കൂടുതലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് എന്നുള്ളത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിന്ദു പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. അതുപോലെ എനിക്ക് ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, നമുക്കറിയാം രാജ് താക്കറെയുടെ പാർട്ടി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായിട്ട് റീയൂണിയൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള അവർ അഭിപ്രായ വ്യത്യാസത്തിൽ 2 ഘടകങ്ങളായി നിന്നിരുന്നു. പക്ഷേ ഈ അവസരമാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം BJP ഉപയോഗിച്ച് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ ഏതായാലും താക്കറെ കസിൻസ് അവർ ഹിൻഡ് ചെയ്യുന്നു മഹാരാഷ്ട്ര മറാത്തി റീയൂണിയൻ എന്നുള്ളതാണ്. അതായത് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷവും റീയൂണിയൻ ചെയ്യാൻ പോകുന്നു. ഇതൊരു വലിയ രാഷ്ട്രീയ മൂവാണ്. അത് അവർ പ്രാധാന്യത്തോടുകൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് സേതു, നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ഞാൻ പൊതുവെ പറയാറുണ്ട് ഞായറാഴ്ച ഒരുപാട് വായിക്കാനുള്ള ദിവസമാണ്, പ്രത്യേകിച്ച് വരാന്ത പതിപ്പുകൾ പ്രത്യേകതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള ദിവസമാണ് ഞായറാഴ്ചത്തിലെ പത്രം. ഹിന്ദു ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളിലും വളരെ രസകരമായ ഫീച്ചറുകളുണ്ടാവും. ഇന്ന് മലയാള മനോരമയിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ഫീച്ചർ ഉയിർപ്പിൽ ഉയരെ എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യൻ ലെജൻഡറി ഫുട്ബോളറായിട്ടുള്ള IM വിജയൻ 56 വയസ്സ്. അദ്ദേഹം ഈ മാസം മലബാർ സ്പെഷ്യൽ പോലീസ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പദവിയിൽ നിന്നും വിരമിക്കുന്നു. വിജയൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച അവരുടെ പ്രഭാവതി ടീച്ചർ എന്ന് പറയുന്ന സ്കൂളിലെ ടീച്ചർ, അതായത് ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വലിയ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചറെക്കുറിച്ച് വിജയൻ എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ആ ടീച്ചറും വിജയനുമായിട്ട് ആ സ്കൂൾ അങ്കണത്തിൽ നടന്നു വരുന്ന ചിത്രത്തോടുകൂടെ വളരെ മനോഹരമായൊരു ഫീച്ചർ മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. തനിയെ തുന്നിയിട്ട കുപ്പായം എന്ന പേരിൽ അമ്മ കൊച്ചമ്മുവിനൊപ്പം IM വിജയൻ നിൽക്കുന്ന ആ ദാരിദ്ര്യകാലത്തെ ഫോട്ടോയും അതിനകത്തുണ്ട്. അത് നിർബന്ധമായും മലയാളി വായിച്ചിരിക്കേണ്ട ഒരു ഫീച്ചറാണെന്ന് ഞാൻ പറയും. ഒപ്പം തന്നെ വിമൽ കോട്ടക്കൽ, എൻ്റെ പ്രിയ സുഹൃത്ത് വിമൽ കോട്ടക്കലിൻ്റെ മാതൃഭൂമി വരാന്ത പതിപ്പിൽ ലോറിയിൽ നിന്ന് കപ്പലിലേക്ക് ഒരു കടൽ ദൂരം, അതായത് ലോറി ഡ്രൈവറായിരുന്ന ഒരാൾ കപ്പലിൻ്റെ കപ്പിത്താനായതിനെക്കുറിച്ചുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈ പറയുന്ന ഉയർപ്പിൻ്റെ ദിവസങ്ങളിൽ, അതിജീവനത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു സൺഡേ സ്റ്റോറിയും കൂടെ അതിനകത്തുണ്ട്. ഏതായാലും ഒരുപാട് വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകളുള്ള ദിവസമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഒപ്പം സേതുവിനും താങ്ക് യു. ഓക്കെ, ശരി ശരി PS അനൂജ്.